ഹലോ നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ലഡുവാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കടലപ്പരിപ്പാണ്. ഇത് ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുതിരാൻ വെക്കണം. 4 മണിക്കൂറാണ് ഞാനിത് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഞാനിത് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിനകത്തിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അല്പം പോലും വെള്ളമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പകുതിയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്. കുറച്ച് തരിയോട് കൂടി വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബൂന്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത മാവിൽ നിന്ന് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് കനത്തിൽ ഇട്ട് കൊടുക്കരുത്. കനം കുറച്ച് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾവശം വേവുള്ളൂ. ഒരു സൈഡ് ഒന്ന് മൂത്തതിന് ശേഷം അടുത്ത സൈഡ് നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കണം. ഇത് വറുത്തിട്ട് ഒരുപാടങ്ങ് ക്രിപ്സി ആയിട്ട് എടുക്കണ്ട. ഇതുപോലെ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇത് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്ത് മാറ്റാം. ആയിട്ടുണ്ട്. ഇത് വറുത്ത് മാറ്റുവാണ്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഒരു 10 കിസ്മിസ് കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റാം. ഈ നെയ്യ് നമ്മൾ ലാസ്റ്റിൽ ലഡു യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്പം വലിപ്പമുള്ള കടായി തന്നെ എടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഷുഗർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആകണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഇടാം. ആ സമയം കൊണ്ട് നമുക്ക് ആദ്യമേ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബൂന്തി ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. പകുതിയായിട്ടിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു തരിയായിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ പകുതി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതിനായി അതിലേക്ക് ഞാൻ 3 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ബൂന്തിയും കൂടെ നമുക്കിതുപോലെ പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്. അല്പം തരിയോടുകൂടി പൊടിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ആ ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കൂട്ടി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനിയും കൂടെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നല്ലതുപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് ഒരു നൂൽ പരുവത്തിലൊന്നും ആകേണ്ട. ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റി ഇതൊന്ന് കുറുകി വരണം. അത്രയും മതി. ഇതിലേക്ക് ഞാൻ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. റെഡ് ഓറഞ്ച് കളർ. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കിസ്മിസും കാഷ്യൂനട്ടും വറുത്ത നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറുകി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഒരുപാടങ്ങ് തിക്കായിട്ട് ചേർക്കരുത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തിയുടെ പൗഡർ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഒത്തിരി കട്ടിയായി പോവും. അതുപോലെ തന്നെ ഈ ഷുഗർ സിറപ്പ് ഇതിൽ അബ്സോർബ് ആവത്തില്ല. നമുക്കറിയത്തില്ല ഇതിൽ എത്രയും വേണമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം.
നല്ലതുപോലെ ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കണം. ഒരുപാട് അങ്ങ് തണുക്കണ്ട, ഇളം ചൂടോടുകൂടി വേണം നമുക്ക് ലഡു ഉരുട്ടാൻ. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗർ സിറപ്പ് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ മാറ്റി വെക്കണം. ഒരുപാട് തണുത്ത് പോകണ്ട. ഇപ്പോൾ നമ്മുടെ ബൂന്തി മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുണ്ട്. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ, നെയ്യ് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ. അതിനുശേഷം ഞാൻ ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലും കൂടി കുറച്ച് നെയ്യ് പുരട്ടുവാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒട്ടി പിടിക്കാതെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് ചെറിയ ബോൾസായിട്ട് നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓരോ കാഷ്യൂനട്ടും ഓരോ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മറ്റേതുപോലെ കടലമാവ് വെച്ചിട്ട് ബൂന്തി വറുത്തെടുക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും. ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനിതുപോലെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ല വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.